ഹായ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡിവിഡൻഡ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടോ, എത്ര രൂപ ഡിവിഡൻഡ് കിട്ടി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അറിയും? മിക്കവാറും ഡിവിഡൻഡ് ക്രെഡിറ്റ് ആവുന്ന കാര്യം നമ്മൾ അറിയാറില്ല. സെറോദ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് കിട്ടിയ ഡിവിഡൻഡിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ കാണാമെന്ന് നോക്കാം. നോർമലി നമുക്ക് ഡിവിഡൻഡ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഇതുപോലെ ഒരു മെസ്സേജ് വരും. അതിനകത്ത് സ്റ്റോക്കിന്റെ പേരും ഉണ്ടാവും, എത്ര രൂപ ഡിവിഡൻഡ് കിട്ടിയെന്നുണ്ടാവും. ഇനി ഇതുപോലെ മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു സെറോദ യൂസർ ആണെങ്കിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കൺസോൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. അവിടെ പോർട്ട്ഫോളിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഫോണിന്റെ ബ്രൗസറിൽ ഒരു ലിങ്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കാണാൻ പറ്റും. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നൊക്കെ കാണാം. അതുപോലെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സിന്റെ ലിസ്റ്റും താഴെ കാണാൻ പറ്റും. ഈ ലിസ്റ്റിൽ ഏതെങ്കിലും സ്റ്റോക്കിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെനു ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വ്യൂ ഡിവിഡൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ആ സ്റ്റോക്കിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഏത് ഡേറ്റിൽ എത്ര രൂപയാണ് നമുക്ക് കിട്ടിയത്, ടോട്ടൽ ഇതുവരെ എത്ര കിട്ടി എന്നൊക്കെ കാണാൻ പറ്റും.